ഹലോ, അനന്തുവാണ്, തരംഗം മീഡിയ. ഇന്ന് നമ്മളൊരു പുതിയ വെറൈറ്റി കണ്ടന്റ് കേട്ടോ. ഇന്ന് കാശിയുടെ ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ലൈറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒരു ചെറിയ കേക്ക് കട്ടിങ്ങും ഒക്കെ ആയിട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ പിള്ളേരുണ്ട്, പിന്നെ നമ്മുടെ കസിൻസ് കുറച്ച് പേരുണ്ട്. അവരൊക്കെ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ. ഇന്ന് വർക്കൊന്നും ഇല്ലായിരുന്നു. അപ്പം LED പാറൊക്കെ പകുതി അമ്പാടി സെറ്റ് ചെയ്ത് ഞാനത് കാണിച്ചു തരാം. കണ്ടതേ അമ്പാടി നമ്മൾ കുറച്ച് സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി റോഡിലേക്ക് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവൻ ഇത്രയൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ വലിയൊരു സെറ്റപ്പൊന്നുമല്ല, നമ്മൾ അതിൻ്റെ ലൈറ്റ് സെറ്റിങ്ങിനെ കാണിക്കാത്ത വേറൊന്നുമല്ല. നമ്മളിന്ന് ലൈറ്റിങ്ങിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നുമല്ല. നമ്മളെ ബർത്ത്ഡേ ഫംഗ്ഷൻ നമ്മൾ വീട്ടിലെല്ലാവരും കൂടെ അടിപൊളിയാക്കി ആഘോഷിക്കുന്നതിന് വേണ്ടി സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഇത്ര സാധനം ഇരിക്കുന്നതുകൊണ്ട് ഇതൊക്കെ വെച്ച് ചെയ്തില്ലേ പിന്നെ ആരുടെ പരിപാടിക്കാണ് നമ്മളതൊക്കെ ചെയ്യുന്നത്? നമ്മുടെ മോൻ്റെ അല്ലേ. അപ്പം അത് കാരണം അവൻ്റെ ഒരു ആഗ്രഹം എല്ലാം കൂടി സഹായിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മളിതേ ഒരു ഷാർപ്പി ഇവിടെയും ഒരു ഷാർപ്പി ഇവിടെ വെക്കുന്നുണ്ട്. ഒരു ഷാർപ്പി നമ്മൾ ഇപ്പുറത്ത് വെക്കും, ഒരു 5 കേസ്. നമ്മൾ ഒരു 12 LED പാർ അത്രേ പാച്ച് ചെയ്തിട്ടുള്ളൂ. നമ്മൾ 6 ആയിട്ടാണ് പിടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഇന്ന് ഞാൻ പറയുന്നില്ല, കാരണം വെച്ചാൽ ഇന്ന് അതിൻ്റെ ഒരു വീഡിയോ അല്ലല്ലോ. അപ്പം ജസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് കാണിക്കുന്നേ ഉള്ളൂ. അപ്പം വിഞ്ച് സ്റ്റാൻഡ് കയറ്റി, അല്ലെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ചെറിയ സ്റ്റാൻഡ് വെച്ച് നമ്മൾ ഒരുപാട് പാട് പറഞ്ഞു. ഇതാകുമ്പോൾ ഇത്രയും പാറും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വിഞ്ചെ പിടിച്ച് നമുക്ക് ഇറക്കി കഴിഞ്ഞാൽ നമുക്കും ബുദ്ധിമുട്ടില്ലാതെ അങ്ങ് റെഡിയാകും. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് ഷാർപ്പിയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ലൈറ്റ് കത്തിക്കുന്നതൊക്കെ ഒന്ന് നോക്കാം. അത് കഴിഞ്ഞ് കേക്ക് കട്ടിങ്ങിലേക്കൊക്കെ പയ്യെ പോകാം. അപ്പോൾ ഇത് നമ്മുടെ സൗണ്ടിൻ്റെയോ ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് പറയുന്ന വീഡിയോ അല്ല, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും പറയാത്ത കേട്ടോ. ഇത് നമ്മൾ മോൻ്റെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനാണ്. അപ്പോൾ അത് വീട്ടിൽ നമ്മളെല്ലാവരും കൂടെ ഒന്ന് ആഘോഷിക്കുന്നത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മുടെ വീട്ടിലെ സെറ്റിങ്ങൊക്കെ ഏകദേശമൊക്കെ തീരാറായി കേട്ടോ. നമുക്ക് ഈവൻ്റൊക്കെ നമ്മൾ ചെയ്യുന്നതല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ചടങ്ങിന് നമ്മൾ സെറ്റ് ചെയ്ത ലൈറ്റുകളെല്ലാം നമ്മൾ പുതിയതായിട്ട് ചെയ്ത ലൈറ്റുകളുണ്ട്, അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഷാർപ്പി നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുമ്പേ പറഞ്ഞ പോലെ തന്നെ വിഞ്ച് സ്റ്റാൻഡ് നമ്മൾ LED പാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പുതിയതായിട്ട് ചെയ്ത 2 ബബിൾ കൊബ് അത് 2 നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അമ്പാടി ഇവിടെ സേവ് ചെയ്യുന്നുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ. നമ്മളിപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ലൈറ്റോ അതിൻ്റെ പാച്ചിങ്ങോ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും നമ്മൾ പറയുന്നില്ല. നമ്മളിന്ന് ബർത്ത്ഡേ കാശിയുടെ ആഘോഷിക്കുന്നതുകൊണ്ട് വേറെ ഒരു കാര്യങ്ങളും പറയുന്നില്ല. അടുത്ത ദിവസങ്ങളെല്ലാം നമുക്ക് വീഡിയോയ്ക്ക് നമ്മുടെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട് 31-ാം തീയതി. ഞാൻ എല്ലാവർക്കും മെസ്സേജായിട്ട് നമ്മൾ അയക്കുന്നുണ്ട്. 31-ാം തീയതി നമുക്ക് ഒരു പ്രോഗ്രാമുണ്ട്, ഫുൾ ഈവൻ്റാണ്. ഔട്ട്ഡോർ ലൈറ്റ്സും ഇൻഡോർ ലൈറ്റ്സും പാസേജ് ലൈറ്റും LED പാറും ഷാർപ്പിയും സൗണ്ടും എല്ലാം ഒരു ബാൻഡിൻ്റെ പ്രോഗ്രാമാണ്. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് A to Z കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഇന്ന് നമ്മളൊരു ബർത്ത്ഡേ ഫംഗ്ഷനായിട്ട് നിങ്ങളെല്ലാവരും അതിനെ കണ്ടാൽ മതി. അപ്പം എല്ലാ സപ്പോർട്ടും നിങ്ങൾ വേണം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ലൈറ്റ് ആൻഡ് സൗണ്ട് വീഡിയോയ്ക്കെല്ലാം നിങ്ങൾ തരുന്ന അതേ സപ്പോർട്ട് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ തരണം. അത് തരുമെന്നുള്ള വിശ്വാസമുണ്ട്. അപ്പം നമ്മൾ ഒരു സൗണ്ട് സിസ്റ്റംകാരൻ്റെ വീട്ടിലെ ഒരു പരിപാടിക്ക് നമ്മൾ ഇത്രയെങ്കിലും കൊഴുപ്പിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ സാധനമൊക്കെ വെച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം അടുത്ത ഇതെല്ലാം കണക്ഷൻ എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുള്ള അടുത്ത വീഡിയോ. ഇവിടെ കാശി അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ പോയി കേട്ടോ. ഒരു ഹായ് കൊടുത്തേ. ഇന്ന് ബർത്ത്ഡേ എന്ന് പറഞ്ഞേക്കൂ. കേക്കൊക്കെ കട്ട് ചെയ്യാൻ പോകുന്ന പറ, ഒച്ചത്തി പറ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് പറ, വീഡിയോ കാണണമെന്ന് പറ. എല്ലാവരും ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്നത് കാണണമെന്ന് പറ. ആ, അവന് ബർത്ത്ഡേക്ക് എല്ലാവരും ഗിഫ്റ്റ് കിട്ടുകയും പൈസ കിട്ടുമെന്ന്, അപ്പോൾ എല്ലാവരും കാണണമെന്ന് അതാവൻ പറയുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുള്ള കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ലൈറ്റെല്ലാം ചാർജ് ചെയ്തു കേട്ടോ. നമ്മുടെ പുതിയ ലൈറ്റുകളെല്ലാം നമ്മളത് ചെയ്തിരിക്കുന്നത് 4 ഓറഞ്ചും 2 വാമുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെയറായിട്ട് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഒരു കല്യാണ വീട്ടിൽ വെക്കണമെങ്കിൽ തന്നെ ഒരു ഷോ പോലെ വെക്കണമെങ്കിൽ നമ്മൾ വെക്കുന്നുള്ളൂ. പക്ഷേ ഈ ഒരു സാധനം നമുക്ക് ഇപ്പോൾ ഞാൻ ബർത്ത്ഡേക്ക് വെച്ചെങ്കിലും നമുക്ക് ഈ DJ ഒക്കെ നടക്കുന്നതിൻ്റെ ഒക്കെ സൈഡിൽ നമുക്ക് ഒരു ബാക്ക് ഡ്രോപ്പ് പോലെ കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്തതിൻ്റെ അവിടെ പുറകെ നമ്മുടെ പുതിയ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ അത് അമ്പാടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമില്ലേ? അത് നമ്മൾ തന്നെ വയർ ചെയ്യുന്ന കേട്ടോ. നമ്മൾ തന്നെ ഈ സ്ട്രക്ചർ തേണ്ടി വിട്ടിരിപ്പുണ്ടോ പഴയത് കേട്ടോ, നമ്മൾ വയർ ചെയ്യാത്ത അതൊക്കെ സ്ട്രക്ചർ ചെയ്തിട്ട് നമ്മൾ തന്നെ വയർ ചെയ്യുന്ന, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ തന്നെ ടൈ ഒക്കെ മേടിച്ച് നമ്മൾ തന്നെ ചെയ്യുന്ന, നമ്മുടെ ഡിസൈനിൽ തന്നെ, പുറത്ത് കൊടുക്കാറില്ല. അപ്പോൾ അതേ നമ്മൾ അങ്ങനെ ഫൈനലി നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി. LED പാർ ഷാർപ്പിൽ നമ്മൾ ഓണാക്കില്ല, അത് ഓണാക്കാൻ പോകുന്നേ ഉള്ളൂ. നമ്മുടെ
കേക്കിൻ്റെ എല്ലാം കൊണ്ടുവച്ചു കേട്ടോ. കാശി ഒരു സെക്കൻഡ് മാറിക്കേ. അപ്പോൾ അതെ നമ്മളിന്ന് കാശിയുടെ ബർത്ത്ഡേക്ക് നമ്മൾ ഇതാണ് കേട്ടോ കേക്ക്. സ്പൈഡർമാൻ്റെ വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ നമ്മളിത് അത് തന്നെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഇത് ബർത്ത്ഡേക്കൊക്കെ വെക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പരിചയക്കാരൻ്റെ കടയിൽ നിന്ന് മേടിച്ചത്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നൊന്നും ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. പുള്ളി പറഞ്ഞ് ഇത് കത്തിച്ചാൽ മതി, കാണാൻ ഷോ ആയിരിക്കും എന്ന് പറഞ്ഞു. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് കണ്ടോ. സെറ്റല്ലേ? അപ്പോൾ നമുക്കിത് നമ്മുടെ 2 പിള്ളേരും കൂടി നമ്മുടെ കസിൻസ് വരാനുണ്ട് കേട്ടോ. അവരും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പയ്യെ ചടങ്ങിലേക്ക് പോകാം. ഓക്കെ. ഹായ് പറയടാ എല്ലാവർക്കും. കേക്കൊക്കെ കട്ട് ചെയ്യാൻ പോവാന്ന്. ഹായ് നീ ഹായ് മറ്റേ അത് പറഞ്ഞല്ലേ കേക്ക് കട്ട് ചെയ്യാൻ പോവാ. तो कभी से शुरू हुई है भाई। ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത നമ്മുടെ ചേച്ചിയുണ്ട്.
ചേച്ചി അപ്പം ദുബായിലാണ്. അപ്പോൾ അവിടുന്ന് ഇന്ന് എന്നെക്കൊണ്ട് ഇത് ഇന്ന് മേടിച്ചുകൊണ്ട് നീ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് മേടിപ്പിച്ചാണ്. അവനൊരു ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് ഞാൻ പോയി. ഇവൻ പറഞ്ഞത് ഈ JCB ആണ്, വയറില്ലാത്ത ടൈപ്പ് JCB. അപ്പോൾ അത് 2-3 കടയിൽ കയറിയിട്ടൊന്നും ഇല്ല. അപ്പം അത് കാരണം ഞാനത് ഉള്ള കടയിൽ ഒരു 3-4 സ്ഥലത്ത് പോയി മേടിച്ച് തപ്പി നോക്കി അത് സെറ്റാക്കി കഴിഞ്ഞ് അവന് ഫോട്ടോ ഇട്ടുവിട്ട് അവന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് മേടിച്ച്. അപ്പോൾ അത് അവൻ തന്നെ അൺബോക്സ് ചെയ്യുക കേട്ടോ. അല്ലേ നടുക്ക് പിടിച്ച് വെക്കണം. നടുക്കത്തെ ആ കൊടുത്ത കാശിക്ക് അവരെ എൻ്റെ ചേച്ചിമാർ 2 പേര് അവന് ഗിഫ്റ്റ് കൊടുക്കാം കേട്ടോ. കൊടുക്ക് 2 പേരും കൊടുക്ക്. എടാ കൊടുക്ക്. എടാ കൊടുക്ക്. മറ്റേ കൈ കൊണ്ട് കൊടുക്ക വെച്ചേ. ധനച്ചേച്ചി കൊടുക്ക. എടാ ധനച്ചേച്ചി കൊടുക്ക. കൊടുക്കടാ. കൊടുക്ക. ധനച്ചേച്ചി മിഠായി കൊടുക്ക്. വരാൻ പറ. ഒരെണ്ണം കൊടുക്ക്. കുട്ടി കൊടുക്ക്. പുള്ളി താണ്ട എല്ലാം പുള്ളിയുടെ ഗിഫ്റ്റ് എല്ലാം പുള്ളി പൊട്ടിച്ച് നോക്കാം കേട്ടോ. എന്തുവാ ഭയങ്കരമുണ്ട്. പിന്നെ അവനൊരു ടീഷർട്ടും നിക്കറോ കേട്ടോ. അടിപൊളി ഒരു ടീഷർട്ടാണ്. കാശി എങ്ങനെ ഉണ്ടോ? അടിപൊളിയല്ലേ? അവന് ഇഷ്ടപ്പെട്ടോ പൊളിച്ച്. അപ്പോൾ അവൻ ഇന്ന് കിട്ടിയ 2 ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ. ഹലോ ഗായ്സ്, നമ്മുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ ചതിച്ചു. മുഴുവൻ മഴ, ഇടിച്ചു കുത്തി മഴ. വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്ന് ടർപ്പാളിനൊക്കെ ഇട്ട് മൂടി നനഞ്ഞ് അടിപൊളി നനഞ്ഞ് കണ്ടോ. മൊത്തം മഴയായിപ്പോയി. മൊത്തം മഴ കണ്ടതേ. നമ്മൾ മുമ്പ് ഇപ്പോൾ റെഡിയാക്കിയ സ്ഥലമാണ്. നമ്മൾ പവറെല്ലാം ഓഫ് ചെയ്ത്, കാരണം ഇതെല്ലാം പിന്നൊക്കെ അടിച്ചിരിക്കുന്നുണ്ടേ മൊത്തം നമ്മൾ വെള്ളമായിപ്പോയി. കണ്ടോ, അകത്ത് വെക്കണ്ട, മാറ്റി മാറ്റി വെച്ചാൽ മതി. നമ്മുടെ പാറെല്ലാം നനഞ്ഞ് ഗൈസ് കണ്ടോ. നമ്മൾ മഴ പെയ്യുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല, കാരണം ഒരു കാലാവസ്ഥ അങ്ങനത്തെ അല്ലായിരുന്നു. അത് കാരണം കവറൊന്നും ഇട്ടില്ല. പിന്നെ പെട്ടെന്ന് നമ്മുടെ ജിത്ത് പെട്ടെന്ന് വന്നാൽ അവൻ പഠിക്കാൻ പോകുന്നു. അവനപ്പോൾ വന്നപ്പോൾ ചെന്ന് താമസിച്ചു. അവരും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പടുത ഇട്ട് മൊത്തം ഷാർപ്പിയൊക്കെ നമ്മൾ പെട്ടെന്ന് എടുത്തങ്ങ് മാറ്റിയായിരുന്നു കേട്ടോ. അപ്പം ബർത്ത്ഡേ എല്ലാം അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് മഴ വന്നതേ ഉള്ളൂ. ഒരു സൗണ്ടുകാരനെ സംബന്ധിച്ച് മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ പതറി നിന്നിട്ട് കാര്യമില്ല. പിന്നെ നെക്സ്റ്റ് നമ്മളെന്ത് അടുത്ത് സേഫ് ആക്കുക എന്നുള്ള ഒറ്റ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ബർത്ത്ഡേ വീഡിയോ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. 31-ാം തീയതിയാണ് നമ്മൾ അടുത്ത വീഡിയോ വരുന്നത്. അത് വലിയൊരു വർക്കാണ്. അപ്പം സൗണ്ടും ലൈറ്റും എല്ലാം ഉണ്ട്. അപ്പം
എല്ലാവർക്കും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഹായ്. അപ്പം നമ്മുടെ ഈ ബർത്ത്ഡേ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു രാത്രി നേരുന്നു. അപ്പം ഓക്കെ.